അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അൽഹംദുലില്ലാഹി കഫാ വസ്സലാം അലാ ഇബാദിഹി നിഅമ അമ്മാ ബഅദ്. ബദറന്തീരത്തിലെ പ്രിയമുള്ള മുഹബ്ബീങ്ങളെ, അല്ലാഹു നമ്മുടെ പ്രവർത്തനങ്ങളെല്ലാം ഇരുത്തവും പറയലും കേൾക്കലുമെല്ലാം സൽപ്രവർത്തനമാക്കി കബൂലാക്കി അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരുപാട് ആളുകൾ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട്. എല്ലാവരുടെയും എല്ലാവിധ ഖൈറും ബറക്കത്തും അല്ലാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് ആത്മാർത്ഥമായി ദുആ ചെയ്യുകയാണ്. എൻ്റെ പ്രിയമുള്ളവരെ, നമ്മുടെയൊക്കെ ജീവിതത്തിന്റെ ഏറ്റവും വലിയ ആഗ്രഹം സമാധാനമാണ്. ഇന്ന് സമാധാനം നഷ്ടപ്പെട്ടവരായി നമ്മൾ മാറിപ്പോയി അല്ലേ? വീട്ടിൽ സമാധാനം ഇല്ല, ജോലി സ്ഥലങ്ങളിൽ സമാധാനം ഇല്ല, സൗഹൃദങ്ങളിൽ സമാധാനമില്ല, ചാരി നിൽക്കുന്ന മണ്ണിനെ പോലും വിശ്വസിക്കാൻ കഴിയാത്ത കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ഭാര്യയ്ക്ക് ഭർത്താവിന് വിശ്വാസമില്ല, ഭർത്താവിന് ഭാര്യ വിശ്വാസമില്ല, മക്കളെ കൈകൊണ്ട് മാതാപിതാക്കൾ മരണപ്പെടുന്നു, മക്കളുടെ കൈകൊണ്ട് മാതാപിതാക്കൾ ഉപദ്രവങ്ങൾ ഏൽക്കേണ്ടി വരുന്നു, മാതാപിതാക്കൾ മക്കളെ കൊല്ലുന്നു, കൂടപ്പുറപ്പിനെ കൊല്ലുന്നു. അങ്ങനെ സമാധാനം നഷ്ടപ്പെട്ടവരായി നമ്മൾ മാറിപ്പോയി. അല്ലാഹു നമുക്ക് സമാധാനം അനുഗ്രഹിക്കുമാറാകട്ടെ. പക്ഷേ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവന്റെ ഏറ്റവും വലിയ സമാധാന ഇടം അവന്റെ വീടാണ്. നമ്മുടെ വീട്ടിൽ നമുക്ക് സമാധാനം ഉണ്ടെങ്കിൽ ജോലി സ്ഥലത്ത് കുറെ ഡിപ്രഷനുമായി, ജോലി സംബന്ധമായി പ്രശ്നങ്ങളും ടെൻഷനുമായി വീട്ടിലേക്ക് വരുമ്പോൾ ആ വീട്ടിൽ നമുക്ക് സമാധാനം ഉണ്ടെങ്കിൽ നമുക്ക് വലിയ സന്തോഷമാണ്. എന്നാൽ ഇന്ന് നമ്മൾ പഠിക്കുക വീട്ടിൽ സമാധാനം ഉണ്ടാകാൻ ശ്രദ്ധിക്കേണ്ട 12 കാര്യങ്ങളെ പറ്റിയാണ് ഇന്ന് നമ്മൾ പഠിക്കുന്നത്. വീട്ടിൽ സ്വസ്ഥത ഉണ്ടാകാൻ, വീട്ടിൽ സമാധാനം ഉണ്ടാകാൻ, കുടുംബത്തിൽ ബറക്കത്ത് ഉണ്ടാകാൻ, സന്തോഷം നിലനിൽക്കാൻ 12 കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചാൽ നിങ്ങളുടെ ഭവനങ്ങളിൽ, നിങ്ങളുടെ കുടുംബങ്ങളിൽ, നിങ്ങളുടെ ദാമ്പത്യ ജീവിതങ്ങളിൽ, മക്കളിൽ എല്ലാറ്റിലും ബറക്കത്തും സന്തോഷവും സമാധാനവും കളിയാടുമെന്ന് ആദരവായ പ്രവാചകൻ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ ഹദീസുകളിൽ നിന്നൊരു തിരഞ്ഞെടുത്ത ചില കാര്യങ്ങളാണ് ഇന്ന് നമ്മൾ പഠിക്കുക. അള്ളാഹു മനസ്സിലാക്കാൻ ഭാഗ്യം വരട്ടെ. ഒന്നാമത് അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്ന ഖനാഅത്താണ്. ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടാൻ കഴിയണം. നമുക്ക് വീടുണ്ട് അൽഹംദുലില്ലാഹ്, പക്ഷേ എന്താ പറയുക, വാർത്ത വീടൊന്നുമില്ല, ഓടിട്ട വീടാണ്. അൽഹംദുലില്ലാഹ്, സന്തോഷമാണ്. അള്ളാഹുവെ ചെറ്റപ്പുറയിൽ കഴിയുന്നവരുണ്ടല്ലോ, കടത്തിണ്ണയിൽ കഴിയുന്നവരുണ്ടല്ലോ, ബസ് സ്റ്റാൻഡിൽ കഴിയുന്നവരുണ്ടല്ലോ, റെയിൽവേ സ്റ്റേഷനിൽ കഴിയുന്നവരുണ്ടല്ലോ. ഇതൊന്നുമില്ല, എനിക്ക് കയറിക്കിടക്കാറുണ്ടല്ലോ. ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടാൻ കഴിയണം. എനിക്ക് ഇത്രേ ഉള്ളൂ, ഓന് 2 നില വീടുണ്ട് എന്നല്ല. പടച്ചവനെ അൽഹംദുലില്ലാഹ്, തന്നതിൽ തൃപ്തിപ്പെടാൻ നമുക്ക് കഴിയണം. നമുക്ക് ജോലിയുണ്ട്, ശമ്പളം കുറവാണ്, എന്നാൽ തൃപ്തി ഉണ്ടാകണം. അതിൽ ബറക്കത്തുണ്ട്. അതുകൊണ്ട് ഒന്നാമത് നമ്മുടെ ജീവിതത്തിൽ വീട്ടിൽ സ്വസ്ഥത ഉണ്ടാകാൻ ചെയ്യേണ്ട കാര്യം, ചില സുഭിക്ഷമായ ഭക്ഷണമൊന്നും ഉണ്ടാവൂലെന്നേ, എന്നും ഇറച്ചിയോ മീനോ ഒന്നും വാങ്ങാനുള്ള സാമ്പത്തിക സ്ഥിതി ഉണ്ടാവൂല. എന്നാലും നമ്മൾ തൃപ്തിപ്പെടണം. അള്ളാഹ് തരും. എന്നും ഒരാൾക്ക് ബുദ്ധിമുട്ടായിരിക്കൂല. ഒരു സമയം ഒരു ഇറക്കമുണ്ടെങ്കിൽ ഒരു കയറ്റമുണ്ട്, ഒരു കയറ്റം ഉണ്ടെങ്കിൽ ഒരു ഇറക്കമുണ്ട്. നമ്മൾ ഉള്ളത് കൊണ്ട് എപ്പോഴും തൃപ്തിപ്പെടുന്നവരാകണം. അത് ജീവിതത്തിൽ ബറക്കത്തും വീട്ടിൽ സ്വസ്ഥതയും ഉണ്ടാകുമെന്ന് അള്ളാഹുവിന്റെ പ്രവാചകൻ നബിയുനാ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒന്നാമത് തൃപ്തിയുള്ളവരാവുക, ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടാൻ കഴിയുക. 2, വീട്ടിൽ പ്രവേശിക്കുമ്പോൾ ബിസ്മി പറയുന്നവരാവുക. നമ്മൾ പലപ്പോഴും പറഞ്ഞിട്ടുള്ള കാര്യമാണ്, വീട്ടിൽ പ്രവേശിക്കുമ്പോൾ എപ്പോഴും ബിസ്മില്ല പറയണം. അതിൽ ബറക്കത്തുണ്ട്. ഇബ്ലീസിനെ ആട്ടിപ്പായിക്കുന്ന ഒരു വജ്രായുധമാണ്. നമ്മൾ എവിടെയെങ്കിലും പോയിട്ട് വരാണ്, പോയിട്ടൊരു വാതിൽ തുറന്നു, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറഞ്ഞ് വലത് കാല് വെച്ച് കയറി, ഈ ബറക്കത്തുണ്ട്. അകത്തുള്ളതിനോട് സലാം പറയും, ഇത് ബറക്കത്തുണ്ട് എന്ന് അള്ളാഹുവിന്റെ പ്രവാചകൻ നബിയുനാ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിക്കുന്നില്ല. മൂന്നാമത് അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, വീട്ടിൽ ഇബാദത്ത് കൊണ്ട് സജീവമാകണം. നിസ്കാരത്തിന് പുരുഷന്മാര് പള്ളിയിൽ പോകണം, ഉമ്മമാര് വീട്ടിൽ നിസ്കരിക്കണം. ആ വീട്ടിൽ നിസ്കാരമായി ഖുർആൻ ഓതുന്നവരാവുക, ദിക്ർ ചൊല്ലുന്നവരാവുക, സ്വലാത്ത് ചൊല്ലുന്നവർ. നമ്മുടെ മക്കളെയൊക്കെ സന്ധ്യാസമയത്ത് വീട്ടിലേക്ക് വിളിച്ചിരുത്തി, കുഞ്ഞു മക്കളൊക്കെ ഉണ്ടാവുമല്ലോ, ആ തലമുറകളൊക്കെ ഉണ്ടായിരുന്നില്ലേ, കുഞ്ഞു മക്കളെ വിളിച്ചിരുത്തി മഹീദിമാല പാടിയിരുന്ന, സ്വലാത്ത് ചൊല്ലിപ്പിച്ചിരുന്ന, ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിപ്പിച്ചിരുന്ന നമ്മളൊക്കെ വല്യുപ്പന്മാർ വല്യമ്മമാർ നമ്മളെ കുട്ടിക്കാലത്ത് പറയൂലേ, എടാ 10 സ്വലാത്ത് ചൊല്ല്, വന്നൊരു 10 സ്വലാത്ത് മതി. ആ കുഞ്ഞു മക്കളെ നിഷ്കളങ്കമായ, കളങ്കമില്ലാത്ത, വഞ്ചനയില്ലാത്ത, ചതിയില്ലാത്ത നാവ് കൊണ്ട്, കൽബ് കൊണ്ട് ഒരു 10 സ്വലാത്ത് നമ്മുടെ ഭവനത്തിൽ ചൊല്ലിയാൽ ഉറപ്പായും ആ വീട്ടിൽ ബറക്കത്തുണ്ടാകും. ഇതൊക്കെ അശ്രദ്ധമായി, മക്കൾ മൊബൈലിലാണ്, നമ്മളും വേറെ മൊബൈലിലാണ്. അങ്ങനെയല്ല എന്റെ പ്രിയമുള്ളവരെ, ആ സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കും, അശ്രദ്ധമായി പോകാൻ പാടില്ല. ഇബാദത്തുകൾ ദിക്റിലായി, ദുആകളിലായി, തസ്ബീഹുകളിലായി, തക്ബീറുകളിലായി, തംജീദുകളിലായി, തഹ്മീദുകളിലായി നമ്മുടെ വീട് നിതാന്തമായ ഇബാദത്തുകൾ മുഴുകിയാൽ ആ വീട്ടിൽ സമാധാനം ഉണ്ടാകും, സ്വസ്ഥതയുണ്ടാകുമെന്ന് അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നാലാമത് നബി
നിബിധങ്ങൾ പഠിപ്പിക്കാണ്, രഹസ്യത്തിലും പരസ്യത്തിലും റബ്ബിനെ സൂക്ഷിക്കണം. രഹസ്യത്തിലും പരസ്യത്തിൽ ആളുകൾ കാണും, ഭാര്യയുടെ മുമ്പിൽ, ഉമ്മയുടെ മുന്നിൽ, വാപ്പാന്റെ മുന്നിൽ എല്ലാം നമ്മൾ ക്ലിയറാണ്. ഉള്ളറയിൽ രഹസ്യ ജീവിതത്തിൽ കളങ്കങ്ങൾ പാടില്ല, ഹറാബ് പാടില്ല. ഭർത്താവ് കാണില്ല എങ്കിലും, വാപ്പ കണ്ടില്ലെങ്കിലും, ഉമ്മ കണ്ടില്ലെങ്കിലും, ഭാര്യ കണ്ടില്ല, റബ്ബ് കാണുന്നുള്ളൂ എന്ന ചിന്ത നമുക്കുണ്ടാകണം. രഹസ്യത്തിലും പരസ്യത്തിലും നിന്റെ റബ്ബിനെ നീ ഒന്ന് സൂക്ഷിക്ക്. ഉറപ്പായും ഏറ്റവും കുറഞ്ഞ ശമ്പളക്കാരനാണോ, അടച്ചു മൂടിയിട്ടൊരു ടാർപ്പ കൊണ്ട് അടച്ചു മൂടിയിട്ട് വീടാണോ, അതൊക്കെ ബറക്കത്തുണ്ട്, സന്തോഷമുണ്ടാകുമെന്ന് ആരംഭപ്പൂവായ നബിയുനാ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 5ാമത് നബി തങ്ങൾ പറയുന്നു, ഖുർആൻ പഠിക്കുക, ഖുർആൻ ഓതുക, ഖുർആൻ കേൾക്കുക. ഖുർആനുമായി ബന്ധപ്പെടുന്ന വീട്. ഖുർആൻ ഉമ്മമാരെ ഓതാറിയില്ല, സങ്കടപ്പെടേണ്ടത് പഠിക്കണം. പാപ്പന്മാരെ ഓതാൻ അറിയില്ല, മക്കളെ നമ്മൾ പഠിപ്പിച്ചിട്ടുണ്ടല്ലോ, മോനെ യാസീൻ ഒന്ന് ഓതടാ എന്ന് പറയും. അപ്പൊ പിന്നെ അവിടെ ഓതടാ എന്ന് പറഞ്ഞ് അവിടെ വിളിച്ചിരുത്തി ഓദിക്കണം. അത് കേട്ടിങ്ങനെ ഇത് കേട്ടിരിക്ക. ഇനി അതിനും കഴിയില്ല. നമ്മുടെ കയ്യിൽ മൊബൈൽ ഫോൺ ഇല്ലാത്ത ആരാ ഉള്ളേ, നെറ്റില്ലാത്ത ഫോണില്ലാത്ത ആരാ ഉള്ളേ? ആരെയും എല്ലാവരിലും ഉണ്ട്. നേരെ യൂട്യൂബിലേക്ക് കയറുക. ഇപ്പൊ എന്ത് കണ്ടില്ലെങ്കിൽ യൂട്യൂബ് നോക്കണ സമയമാണ്. ഗ്യാസ് കത്തുന്നില്ല, യൂട്യൂബിലാ നോക്കണേ. ഗ്യാസ് കത്താതിന് കാരണം എന്താ? അല്ലേ? ശരിയല്ലേ? ശരിയാണ്. ഒരു സഹോദരൻ യൂട്യൂബ് നോക്കി മുണ്ടെടുക്കുന്നു. അപ്പൊ ഞാൻ ചോദിച്ചു, എന്താപ്പാ? അപ്പൊ എന്നോട് ആ കൂട്ടുകാരൻ, ഒരു ഹൈന്ദവ സഹോദരനാണ്, അവനോട് പറഞ്ഞു തന്നത്, ഏതോ ഒരു ഉസ്താദ് നിസ്കാരത്തിലൊക്കെ ബെൽറ്റ് ഇല്ലാതെ മുണ്ട് ഉടുക്കുന്നവർ ഇങ്ങനെ ഉടുത്താൽ മുണ്ടുരിഞ്ഞു പോകൂല, അങ്ങനെ ഒരു പ്രത്യേക ടെക്നിക് ഉസ്താദ് ഉടുക്കുന്നുണ്ട്. എനിക്കാണെങ്കിൽ മുണ്ടുടുത്തല്ല ശീലയില്ല, അങ്ങനെ പഠിക്കാണ് മുണ്ടുടുക്കാൻ. അപ്പൊ എല്ലാം യൂട്യൂബിൽ കിട്ടുന്ന കാലാണ്. ഖുർആനും കിട്ടും, നമ്മളെ നോക്കുന്നില്ല എന്ന് മാത്രം. നമ്മളിങ്ങനെ നോക്കി റീൽസ് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ അറിയാതെങ്ങാനും മക്കയിലെ ഇമാമുടെ ഖുർആൻ വന്നാൽ നമ്മൾ നീക്കി എറിയും ദൂരോട്ട്. 7 മുഴ അപ്പുറത്ത് ചെന്ന് കിടക്കും ഖുർആൻ, പിന്നെ വരൂല. അങ്ങനെയല്ല വേണ്ടത്. ഖുർആനുമായി ബന്ധമുള്ള വീടുകളാവുക. അള്ളാഹു മനസ്സിലാക്കാൻ ഭാഗ്യം അനുഗ്രഹിക്കുമാറാകട്ടെ. അതുപോലെ 6ാമത് അള്ളാഹുവിന്റെ റസൂൽ പറയുന്നു, നബി തങ്ങളുടെ സുന്നത്തിനെ മുറുകെ പിടിക്കുക. എല്ലാ കാര്യത്തിലും, വീട്ടിൽ പ്രവേശിക്കുമ്പോൾ, ഉറങ്ങുമ്പോൾ, ഉണരുമ്പോൾ, ബാത്റൂമിൽ പ്രവേശിക്കുമ്പോൾ, അടിച്ചു വാരുമ്പോൾ, പാചകം ചെയ്യുമ്പോൾ, ഭക്ഷണം കഴിക്കുമ്പോൾ, എല്ലാം ഓരോന്നും പറയാൻ സമയമില്ല. സുന്നത്ത് എന്തൊക്കെയുണ്ടോ അതൊക്കെ നമ്മൾ ചെയ്തിരിക്കണം. ഇന്ന് സുന്നത്തുകളില്ല, ഫറലുകൾ മാത്രമേ ഉള്ളൂ. സുന്നത്തുകളൊക്കെ നമ്മൾ പുറങ്കാല് കൊണ്ട് ചവിട്ടി എറിഞ്ഞു. അള്ളാന്റെ പരീക്ഷണങ്ങൾ കടന്നു വന്നില്ലേ? സുന്നത്ത് നിസ്കാരങ്ങളില്ല, സുന്നത്തുകളില്ല, എല്ലാം ഫറലിൽ മാത്രം ഒതുങ്ങിയപ്പോ നമ്മൾ എളുപ്പം നോക്കാൻ തുടങ്ങി. അള്ളാഹു എളുപ്പം നോക്കാൻ തുടങ്ങി. അള്ളാഹു നമുക്ക് ആക്കട്ടെ. എന്റെ പ്രിയമുള്ളവരെ, 6ാമത് നബി തങ്ങളുടെ സുന്നത്തിനെ മുറുകെ പിടിക്കണമെന്ന് മഹാരഥന്മാർ രേഖപ്പെടുത്തി വെക്കാണ്. 7ാമത് പറയുന്നു, അക്സിറു സ്വതക്ക അധികരിപ്പിക്കണം. കഴിയുന്നത് ഒന്നുമില്ല എന്നാലും ഉള്ളത് കൊണ്ട് ഒരു ഗ്ലാസ് വെള്ളമാണെങ്കിൽ സ്വതക്ക കൊടുക്കണമെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വതക്ക അധികരിപ്പിക്കുക. 8ാമത് നബി തങ്ങൾ പഠിപ്പിക്കുന്നു, ദീൻ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുക. നമ്മുടെ വീടൊരു മദ്രസയാകണം. മോനെ എന്ത് ചെയ്യല്ലേ? മൻ റആ മിൻകും മുഅയ്യറൻ, നിങ്ങൾ വെറുക്കപ്പെട്ട ഒരു കാര്യം കണ്ടാൽ നബി തങ്ങൾ പറഞ്ഞെന്താ? നിങ്ങൾ കൈകൊണ്ട് തടയി, നാവ് കൊണ്ട് തടയി, കൽബ് കൊണ്ട് തടയി. ഇതൊക്കെ നിങ്ങൾക്ക് ബാധ്യതയാണ്. ഒരു അറിവ് നമ്മൾ പഠിപ്പിച്ചു കൊടുക്കുക. തെറ്റ് കണ്ടു തിരുത്തി കൊടുക്കുക. ഒരു നന്മ കേട്ടു അത് പഠിപ്പിച്ചു കൊടുക്കുക. ദീൻ പഠിക്കലും പഠിപ്പിക്കലും വലിയ പ്രതിഫലമുള്ള കാര്യമാണ്. അൻസാരികളായ സ്വഹാബികൾ, മുഹാജിരീങ്ങളായ സ്വഹാബികൾ മസ്ജിദുൻ നബവിയിൽ നബി തങ്ങളുടെ ഹദീസുകൾ, സംഭവങ്ങൾ കേട്ടാൽ, അറിവുകൾ കേട്ടാൽ ഓടി വീട്ടിൽ പോയിട്ട് ഭാര്യമാരെ പഠിപ്പിച്ചു കൊടുക്കുന്നതാണ്, മക്കളെ പഠിപ്പിച്ചു കൊടുക്കുന്നതാണ്. അത് വലിയ നേട്ടമുള്ള കാര്യമാണ്. വീട്ടിൽ ബറക്കത്തുണ്ടാകാനും സ്വസ്ഥതയുണ്ടാകാനും കാരണമാകുമെന്ന് അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 9ായി നബി തങ്ങൾ പറയുന്നു, കുടുംബ ബന്ധം ചേർക്കൽ. ഭാര്യയുടെ കുടുംബമായിട്ട് ഭർത്താവിന് പിണക്കാണ്, ഭർത്താവിന്റെ കുടുംബമായിട്ട് ഭാര്യയ്ക്ക് പിണക്കാണ്, കൂടപ്പറപ്പുകളുടെ പിണക്കാണ്. കുടുംബ ബന്ധം ചേർക്കുന്നതിൽ കുടുംബത്തിൽ സ്വസ്ഥതയുണ്ടാകും, സമാധാനമുണ്ടാകുമെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഉസ്താദേ, എത്ര കച്ചവടം ചെയ്തിട്ടും കാര്യമില്ല, ബറക്കത്തില്ല, ദ്വാരക്കിൻ നഷ്ടാണ് ഉസ്താദേ. എന്തേ? ഭാര്യയുടെ കുടുംബത്തിൽ പിണക്ക, വാപ്പയോട് പിണക്ക, ഉമ്മയോട് പിണക്ക, കൂടപ്പറപ്പുകളോട് പിണക്ക, ബറക്കത്തില്ല, സമാധാനം ഇല്ല, സന്തോഷമില്ല. പിണക്കം ജീവിതത്തിന്റെ കൽബിനെ, നമ്മുടെ അള്ളാഹു നമ്മുടെ കൽബിനെ കുടുസാക്കും, ഞെരുക്കമാക്കുമെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആരോടും പിണക്കമില്ലാതെ ഇണക്കത്തോടെ നമ്മുടെ ബന്ധങ്ങൾ, കുടുംബ ബന്ധങ്ങൾ വിളക്കി ചേർക്കുന്നവരാവുക, ചേർത്ത് പിടിക്കുന്നവരാകണമെന്ന് അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 10ാമത് നബി തങ്ങൾ പറയുന്നു, തവക്കുലുള്ളവരാവുക. തവക്കുല്, എല്ലാത്തിനും തവക്കുല്. എന്ത് വന്നാലും തവക്കൽതു അലല്ലാഹ്, റബ്ബില്ലാതെ ഒന്നുമില്ല.
എനിക്ക് കടങ്ങളൊക്കെ ഉണ്ട്, റബ്ബുണ്ട്, എനിക്ക് വിശ്വാസമുണ്ട്. തവക്കുലിന്റെ ആൾക്കാരാകണം. തവക്കൽതു അലല്ലാഹ്, റബ്ബിൽ നമ്മൾ തവക്കുൽ ഉണ്ടാകണം. അള്ളാഹു ഭാഗ്യം തരട്ടെ. 11-ാമതായി മഹാരഥന്മാർ രേഖപ്പെടുത്തി വെക്കുന്നതായി കാണാം, ഇടപാടുകളിൽ വർത്തമാനങ്ങളിൽ സത്യസന്ധത. സത്യം പറയുക, ഭാര്യയോട് സത്യം പറയുക, ഭർത്താവിനോട് സത്യം പറയുക, മക്കളോട് സത്യം പറയുക. എവിടെയെങ്കിലും പോകും, മക്കളൊക്കെ എവിടെ പോവാ, ഇന്നടുത്ത് പോവാണ്, മക്കളോട് കളവല്ലേ പറയാ. അത് മക്കൾ ചിലപ്പോൾ അറിയുമ്പോ ഇങ്ങനല്ലേ ഉമ്മ പറഞ്ഞിട്ട് പോയേ, അപ്പൊ എനിക്കെന്താ പറഞ്ഞാൽ നമ്മളാണ് നമ്മുടെ മക്കളെ പാഴാക്കുക. മക്കളൊക്കെ ജനിക്കുന്നത് ശുദ്ധ പ്രകൃതത്തിലാണ്. അവരെ മാതാപിതാക്കളാണ് അവരെ മറ്റു പലരുമാക്കി മാറ്റുക. അള്ളാഹു കാക്കട്ടെ. അള്ളാഹിന്റെ ഖുർആൻ പറഞ്ഞ എന്താ, കൂനൂ മഅ സ്വാദിഖീൻ, സത്യം പറയുന്നവരാകുക, നിങ്ങൾക്ക് വിജയിക്കാൻ കഴിയുമെന്ന് അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ. എന്റെ പ്രിയമുള്ളവർ, അതുകൊണ്ട് സത്യസന്ധത ഇടപാടുകളിൽ, കച്ചവടങ്ങളിൽ, വർത്തമാനങ്ങളിൽ, സൗഹൃദങ്ങളിൽ, ബന്ധങ്ങളിൽ ആത്മാർത്ഥമായി സത്യസന്ധരായി മാറുക. 12-ാമതായി പറഞ്ഞു, മനസ്സിലെപ്പോഴും, മനസ്സിൻ്റെ ഉള്ളിൽ മരിക്കുമെന്നും മരണാനന്തര ചിന്തയുണ്ട് എന്നുള്ള ചിന്ത ഉണ്ടാവുക. മരണത്തെ നമ്മൾ എപ്പോഴും ഓർത്ത് കഴിയുക. കുടുംബത്തിൽ സമാധാനം ഉണ്ടാവുന്നതാണ്. ഉസ്താദേ, മരണത്തെക്കുറിച്ച് ഓർത്ത് എങ്ങനെ ഉസ്താദ് സമാധാനം ഉണ്ടാവുക? അല്ലാതെ ആ മരണത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ അള്ളാഹുവേ, നാളെ ഞാൻ ഉണ്ടാവില്ല, എൻ്റെ ഭാര്യയോട് മക്കളോട് നല്ലതുപോലെ എനിക്ക് പെരുമാറണമല്ലോ, അള്ളാഹിനോട് ഇടപാടുകൾ പൂർത്തീകരിക്കണമല്ലോ എന്ന ചിന്ത ഉണ്ടാകും. കൽബിൽ സമാധാനം ഉണ്ടാകും. അള്ളാഹു മനസ്സിലാക്കാൻ ഭാഗ്യം അനുഗ്രഹിക്കുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് ഈ 12 കാര്യങ്ങൾ ജീവിതത്തിൽ പ്രാവർത്തിക ിയാൽ കുടുംബത്തിൽ, ഇടപാടുകളിൽ ബറക്കത്തുണ്ടാകുമെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു സമാധാനമുള്ള ജീവിതം അനുഗ്രഹിക്കുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് പുതിയ അറിവുകൾക്കായി ബദറം തീരുമെന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ അറിവുമായി നമുക്ക് കണ്ടുമുട്ടാം. അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. ഈ അറിവ് മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുക. അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.